സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, എടാ ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിലേക്ക് ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ കണ്ടു പറയുന്നവരാണ്, ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ഒരു ചെറുപ്പക്കാരൻ എന്നുകൊണ്ട് പറയാണ്, ഉസ്താദേ, എനിക്ക് നല്ലൊരു ജോലി ഇല്ലാത്തത് കൊണ്ട് എന്റെ ജീവിതം വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. എന്റെ മക്കള് കടത്തിലാണ്, എന്റെ മക്കൾ അതാ പട്ടിണി കിടക്കുകയാണ്, എന്റെ ജീവിതം ആ കടക്കണിയിൽ കൊണ്ടുപോയി കിടക്കുകയാണ്. അതുകൊണ്ട് ഉസ്താദെ, ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു വേണ്ട എത്രയെത്രയോ ചെറുപ്പക്കാരുണ്ടെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവര്? പ്രയാസങ്ങളും ദുരിതങ്ങളും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, ചെറിയ മക്കളെ അടക്കം രോഗികളായി കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങൾ പോലെ ചിലവഴിച്ചുകൊണ്ട് അല്ലാഹുവേ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വീടും പറമ്പുമില്ല, മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഴുവനും വിറ്റുപറക്കുകയാണ്, ദാരിദ്ര്യത്തിലാണ്, കടത്തിണ്ണയിൽ കിടക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെ എത്ര മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയുമെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവര്, അല്ലാഹുവേ, ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ. നമ്മുടെ ഇടയിൽ തന്നെ അല്ലാഹുവേ, നമ്മുടെ ഇടയിൽ തന്നെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പോരട്ടിക്കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവര്, അവരെയാ നമ്മൾ നോക്കേണ്ടത്, അവർക്കാ നമ്മൾ കൊടുക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എടുത്ത് പഠിച്ചുകൊണ്ട് നോക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം കുടുംബത്തിൽ പട്ടിണിയാണെങ്കിലും മറ്റുള്ളവരുടേതായ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടുന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞതെന്നറിയുമോ? ആരെങ്കിലും പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട്, പട്ടിണി കിടക്കുന്നത് അറിഞ്ഞിട്ട് വയറ് നിറച്ചുകൊണ്ട് കിടക്കുന്നവന് വലൈസ മിന്നീ, അവൻ എന്നിൽപ്പെട്ടവനേ അല്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പറയാമൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തുൻ മിൻ ഖുർബി ദുനിയാ നഫസല്ലാഹു അൻ ഖുർബത്തുൻ മിൻ ഖുർബിൽ ആഖിറ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് ദുനിയാവിന്റെ പ്രയാസങ്ങള്, ആരെങ്കിലും അല്ലാഹുവേ ദുനിയാവിന്റെ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലോ അതാ അവൻ അല്ലാഹുവിൻ്റെതായ പ്രീതി പ്രവേശിച്ചുകൊണ്ട് അവൻ അതാ മാറ്റിക്കൊടുക്കുമ്പോൾ, ആ പ്രയാസം അവൻ നീക്കിക്കൊടുക്കുമ്പോൾ നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുർബിൽ ആഖിറ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ആഖിറത്തിലെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു അവനെ നീക്കിക്കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ദുനിയാവിലെ ആരെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഏതെങ്കിലും മുടക്കങ്ങൾ വിട്ടുകൊണ്ട്, പ്രയാസങ്ങൾ വിട്ടുകൊണ്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ, ആ പ്രയാസങ്ങൾ ആരെങ്കിലും നീക്കിക്കൊടുത്താൽ, ദുനിയാവിന്റെ പ്രയാസങ്ങൾ ആരെങ്കിലും നീക്കിക്കൊടുത്താൽ, അവനതാഖിറത്തിലെ പ്രയാസങ്ങളെ ഓർത്തുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നഫസല്ലാഹു അൻഹു ഖുർബത്തുൻ മിൻ ഖുർബിൽ ആഖിറ. ആഖിറത്തിലെ ബുദ്ധിമുട്ടുകൾ അവനക്ക് അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്, മയ്യസ്സറ അലാ മുഅ്സിരിൻ യസ്സറഹുല്ലാഹു അലൈഹി ഫി ദുനിയാ വൽ ആഖിറ. ദുനിയാവിലെ ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ ഉണ്ടായ ഒരു മനുഷ്യന്, എന്നിട്ടോ യസ്സറഹുല്ലാഹു അലൈഹി എന്നോ മയ്യസ്സറ അലാ മുഅ്സിരിൻ, മുഅ്സിറായ മനുഷ്യൻ, ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, അവനിക്ക് അല്ലാഹുവേ, അവൻ അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്താൽ യസ്സറഹുല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും ബുദ്ധിമുട്ടുകൾ അവനിക്കും അല്ലാഹു നീക്കിക്കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ